May God's name be glorified. Without further introduction, shall we all move to our study on the Gospel of John, and we will look at chapter 7 verse 53 to 8 verse 11. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 53-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വരെ നമുക്ക് ഇന്ന് ചിന്തിക്കാം. Now, just want to give you one information that will help you on this passage. This passage is absent from all of the oldest manuscripts of the scriptures. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യത്തെ പകർപ്പിൽ നിന്നും ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. So, how should we see this incident? It's best to see this as something that happened during Jesus' ministry, but was not recorded initially in the Gospel of John. യേശുവിൻ്റെ കാലഘട്ടത്ത് സംഭവിച്ച ഒരു സംഭവമാണ്, എന്നാൽ ആദ്യത്തെ പകർപ്പിൽ എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു ഭാഗം. Now there is nothing doctrinally wrong in this passage. ഇതിൽ ഉപദേശപശകായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. Also, this story is perfectly placed after the Feast of Tabernacles. കൂടാര പെരുന്നാളിന് ശേഷമാണ് ഈ ഭാഗം വരുന്നത്. കാരണം ആ കൂടാര പെരുന്നാളിൻ്റെ 1-ാമത്തെയും 8-ാമത്തെയും ദിവസം ഒരു വിശുദ്ധ ദിവസമായിട്ടാണ് അവരന്ന് കണക്കാക്കുന്നത്. സോ ഈ ജനക്കൂട്ടം ഇപ്പോഴും ആ മന്ദിരത്തിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. സോ we look at the first 6 verses of chapter 8 and I'll title it like this: Laying the Trap. യേശുവിനെ വീഴിക്കുവാൻ അല്ലെങ്കിൽ യേശുവിനെ പിടിക്കുവാൻ ഒരു ആരോപണം ഉന്നയിക്കുവാൻ ഒരു വല വീശുക, അതാണ് ഇവിടെ നടക്കുന്നത്. At the end of chapter 7, everyone goes from the feast to their own house and Jesus is in the Mount of Olives as per verse 1 of chapter 8. 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു ഒലിവ് മലയിലേക്ക് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ അവസാനമായിട്ടാണ് നമ്മൾ ഈ പുസ്തകത്തിൽ യേശു തൻ്റെ ഭവനത്തിലേക്ക് ചെന്നതായിട്ട് നമ്മൾ കാണുന്നത്. That's at the beginning of chapter 7. And after chapter 7, we don't see him going to his home in the Gospel of John. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ഒരു അധ്യായത്തിന് ശേഷം തൻ്റെ ഭവനത്തിലേക്ക് താൻ ചെന്നു എന്നുള്ളത് നമുക്ക് ഇതിന് ശേഷം എവിടെയും കാണാൻ സാധിക്കുന്നതല്ല. ലൂക്കോസിന്റെ സുവിശേഷം 21:37 നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കുന്നത് രാത്രി കാലങ്ങളിൽ താൻ ഒലിവുമലയിലായിരുന്നു താമസിച്ചിരുന്നത്. സോ ദാറ്റ് ഹി മേഡ് the Mount of Olives his home during the last few months of his ministry. Now early in the morning, which is the 8th day of the feast, Jesus came to the temple, and this is the holy convocation or the high day. It's not a weekly Sabbath. ഇതൊരു ആഴ്ചവട്ടത്തിൻ്റെ അവസാനം നടക്കുന്ന ഒരു ശബത്ത് നാളല്ല, എന്നാൽ ശബത്ത് നാളിലെ എല്ലാ നിയമങ്ങളും ഇവിടെ ബാധകമാണ്. Now the previous day, his statements had made a division among the audience. ഇതിനു മുമ്പുള്ള ഭാഗത്ത് താൻ പറഞ്ഞ പ്രസ്താവന ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി. The religious leaders had sent the temple police to arrest him, but they didn't do that. ഇവിടെ നമ്മൾ കാണുന്നത് തന്നെ അറസ്റ്റ് ചെയ്യുവാൻ ഏത് നിമിഷവും ഒരു കൂട്ടർ വരും. So the risk is huge as they want to kill Jesus. But Jesus goes to do what he is entrusted to do. ഇവിടെ തന്നെ കൊല്ലുവാനുള്ള ഒരു ഭീഷണി എപ്പോഴും തന്നെ മുകളിലുണ്ട് എങ്കിൽ പോലും താൻ തൻ്റെ വേലയെ തികയ്ക്കുവാൻ താൻ മുന്നോട്ട് തന്നെ പോവുക ചെയ്യും. അങ്ങനെ എല്ലാവരും തൻ്റെ അടുക്കൽ വന്നു, അവരുടെ ഇടയിൽ ഇരുന്ന് താൻ ഇവരെ പഠിപ്പിച്ചു. That's what we read in verse 2. ഈ ഭാഗത്ത് നമുക്ക് ചില കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കും. We will see some characters in this section. We have the scribes and Pharisees, and then we have a woman who has been caught in adultery. The scribes and the Pharisees bring this woman and placed her in the midst of Jesus and the others who are listening to him. And we see that they say the following things, which we will closely examine. ഈ സ്ത്രീയെ യേശുവിന് മുമ്പാകെ നിർത്തി ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. So let's look at verse 4 and 5. Can somebody read verse 4 and 5 for us? They said to him, "Teacher, this woman has been caught in adultery in the very act. Now in the law, Moses commanded us to stone each woman
what then do you say? Okay. Now, first thing here, all what they say in verse 4 and 5 is said to test Jesus. ഈ 4-5 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അത് 6-ാമത്തെ വാക്യത്തിൽ വ്യക്തമാണ്. സോ ഇറ്റ്സ് സോ ദാറ്റ് ദേ വിൽ ബ്രിങ് എ ക്രിമിനൽ ചാർജ് അഗൈൻസ്റ്റ് ഹിം. ഒരു ക്രിമിനൽ കുറ്റം ആരോപിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് 4-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഗുരു എന്ന് വിളിക്കുന്നതിൽ യാതൊരു ആത്മാർത്ഥതയില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ദർ ഇസ് നോ സിൻസിയറിറ്റി ഇൻ ദ കോളിംഗ് ഓഫ് ജീസസ് ആസ് എ ടീച്ചർ അറ്റ് ദിസ് പോയിന്റ്. സെക്കൻഡ് തിങ്, ദിസ് വുമൺ ഹാസ് ബീൻ കോട്ട് ഇൻ ദി ആക്ട് ഓഫ് അഡൾട്ടറി. ഈ സ്ത്രീയെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. Now there are a few questions that we should ask here. One, adultery is something that cannot be done alone. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റമല്ല വ്യഭിചാരം. It needs two parties to be involved. ഇതിൽ 2 പേരുണ്ടാവണം. അത് ശരിയാണെങ്കിൽ ഇവിടെ ആ കുറ്റം ചെയ്ത പുരുഷൻ എന്ത് ചെയ്യും? If that is true, where is the man involved in this act? What happened to him? Why is he not brought into the picture? ഈ സന്ദർഭത്തിൽ ഈ സ്ത്രീയോടൊപ്പം ആ പുരുഷനെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? Perhaps the woman was arrested overnight and the man was let go because there is an agenda. ഇതിനു മുമ്പ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു, ആ പുരുഷനെ വെറുതെ വിട്ടു. കാരണം ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒരു അജണ്ടയുണ്ട്. What is that agenda? Use the woman as a means to put Jesus into trouble and then eventually kill her once Jesus is taken care of. ഈ സ്ത്രീ ഉപയോഗിച്ച് യേശുവിനെ കുഴിയിൽ ചാടിക്കുക, യേശുവിനെ തീർത്തളഞ്ഞ ശേഷം ആ സ്ത്രീയെ കൊന്നുകളയുക. ഇതാണ് അവരുടെ ഉദ്ദേശം. See, they didn't care about the requirements of the law. ന്യായപ്രമാണം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഇവർക്ക് യാതൊരു ചിന്തയുമില്ല. And this is an irony because in chapter 7, I want you all to go to chapter 7 verse 49. What do you see there? But this crowd which does not follow the law is accursed. Who says that? It's the Pharisees, according to chapter 7 verse 45, 46, 47 and 48 and 49. It's the Pharisees and the chief priests who are saying that. ന്യായപ്രമാണം അറിയാത്ത ജനം ശപിക്കപ്പെട്ടവരെന്ന് ഇവർ തന്നെ പറഞ്ഞു. അത് കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു വിരോധാഭാസമാണ്. This is an irony. In their keenness to punish the woman as they let go of the man involved, they showed their flawed idea of justice. And they stooped to the level of being cursed the same way they accused the crowd. ഈ പുരുഷനെ വിട്ടുകളഞ്ഞിട്ട് സ്ത്രീനെ ശിക്ഷിക്കാൻ നോക്കുന്ന അവരുടെ ആ വ്യഗ്രതയിൽ നീതിയുടെ ഒരു വികലമായ ഒരു ഐഡിയ, ഒരു ചിന്തയാണ് അവർ പ്രകടമാക്കുന്നത്. അവരെപ്രകാരം ജനക്കൂട്ടത്തെ ശപിക്കപ്പെട്ടവരും എണ്ണിയോ അതേ രീതിയിൽ അവരും ശപിക്കപ്പെട്ടവരാണ്. കാരണം ഇവർക്കും ന്യായപ്രമാണം അറിയാം. Now, the next thing, Moses in the law commanded to stone such women. ഇത്തരം സ്ത്രീകളെ മോശ കൽപ്പിച്ചിട്ടുണ്ട് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ. Let me just read for you Leviticus 20 verse 10. ലേവ്യ പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. ആ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, if there is a man who commits adultery with another man's wife, the one who commits adultery with his friend's wife, the adulterer and the adulteress shall be put to death. ആ വാക്യം അനുസരിച്ച് പുരുഷനും സ്ത്രീയും ഒരുപോലെ മരിക്കേണ്ടതാണ്. ഇവരിപ്പോൾ പറയുന്നത്, മോശ പറഞ്ഞത് ഇത്തരം സ്ത്രീകളെ മാത്രം കൊല്ലണമെന്നുള്ളതാണ്. Why were the Pharisees quoting this rule as the law stated? ന്യായപ്രമാണം പറഞ്ഞ രീതിക്ക് എന്തുകൊണ്ട് ഇവർ ഈ ഒരു വാക്യം അതുപോലെ പറയുന്നില്ല? Why not stone the man also? ഈ പുരുഷനും എന്തുകൊണ്ട് കല്ലെറിയുന്നില്ല? They were misusing the law for their selfish agenda. അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവർ ഈ ന്യായപ്രമാണത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. And then the next thing that they say, what then do you say? എന്നാലും നീ എന്താ പറയുന്നു? മനഃപൂർവ്വമായിട്ട് ഈ ന്യായപ്രമാണത്തെ കൂട്ടിക്കളഞ്ഞു എങ്കിൽ പോലും അവർക്ക് ന്യായപ്രമാണം അറിയാം. എന്നാലും യേശു എന്ത് പറയുന്നു എന്നുള്ളതാണ് അവരുടെ ചിന്ത. They want to know what Jesus says so that they can bring some charge against him. എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുവാൻ അവരിങ്ങനെ ഒരു ചോദ്യം ഇട്ട് കൊടുക്കുക. So this is a yes or a no question. Should she be stoned or shouldn't she be stoned? So Jesus has to say either of them.
ഇതിൽ കല്ലെറിയണമെന്നോ കല്ലെറിയരുതെന്നും പറയണം, ഏതെങ്കിലും ഒന്ന് പറയണം. ഇപ്പോൾ കല്ലെറിയരുതെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ഇഫ് ജീസസ് ഡിസഗ്രീസ് വിത്ത് ദ വേർഡിക്റ്റ് ഓഫ് സ്റ്റോണിംഗ് ദിസ് വുമൺ, വാട്ട് വുഡ് ഹാപ്പൻ? ഹി വുഡ് റിസ്ക് ഡ്രോയിങ് ദി ആങ്കർ ഓഫ് ദ ജ്യൂസ്. കല്ലെറിയരുതെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ദേഷ്യം സമ്പാദിക്കും. കാരണം വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് അവർ ന്യായപ്രമാണത്തെ അവരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത്, മോശയുടെ ന്യായപ്രമാണം. They hold to the teachings of Moses in a loyal manner. And then he would appear to be discrediting Moses, and he himself will get discredited. മോശയുടെ ന്യായപ്രമാണത്തെ തിരസ്കരിച്ച ആളെ ജനം തിരസ്കരിക്കും. As of now, what is Jesus doing here? He is teaching them. If he is negating the law of Moses, his ministry is going to get spoiled. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ട്രാപ്പ്. രണ്ടാമത്തെ ട്രാപ്പ്, ശരി നമുക്ക് കല്ലെറിയാം എന്ന് പറഞ്ഞാലോ? The next option, let's stone her. What happens if Jesus says let's stone her? The stoning will happen then and there. അവിടെ തന്നെ കല്ലേറ് നടക്കും. But where is this incident happening? This incident is taking place in the temple, where the Roman soldiers are patrolling along the walkways of the temple to keep an eye on any unrest. എന്തെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് റോമൻ പട്ടാളക്കാർ അവിടെ എവിടെയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്ഥലത്താണ് ഇവർ ഈ ഒരു ട്രാപ്പ് കൊടുക്കുന്നത്. ഇനി ഒരു കല്ലേറുണ്ടായാൽ ജനം മൗനമായിട്ട് കല്ലെറിയും. ഇഫ് ദർ ഇസ് എ സ്റ്റോണിംഗ്, വുഡ് പീപ്പിൾ ബി സൈലന്റ്ലി ഡൂയിങ് ദാറ്റ്? നോ. A mob of people would come and do this together, which will eventually result in an unrest. And Jesus would be arrested for any unrest or outcry that follows the stoning. ഈ കല്ലേറിൻ്റെ ചുറ്റുപാട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നടക്കുന്ന എല്ലാ ബഹളത്തിനും ഉത്തരവാദിയായി യേശു മാറും. Also, keep in mind that the Romans didn't give the Jews the right to execute anyone. ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ റോമൻ സാമ്രാജ്യം യഹൂദന്മാർക്ക് അധികാരം കൊടുത്തിരുന്നില്ല. ദാറ്റ്സ് എവിഡന്റ് ഫ്രം ജോൺ 18:31. അപ്പോൾ ഈ സ്ത്രീ കല്ലേറാൽ മരിച്ചു പോയെങ്കിൽ അതിന് ഉത്തരവിട്ട യേശുവിനെ ഇവർ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഏത് രീതിയിൽ പോയാലും പെട്ടിരിക്കുക. ഹീസ് ട്രാപ്ഡ് ആസ് പെർ ദെയർ ഐഡിയാസ്. So what does it mean? In short, do not stone her would mean Jesus discredits Moses' law. To stone her means he would get arrested for causing unrest and for approving and leading the crowd to put a person to death. So the Pharisees and the scribes create a situation that is not easy for Jesus. ഇതൊരു എളുപ്പമുള്ളൊരു സാഹചര്യമല്ല. കാരണം യേശു ന്യായപ്രമാണത്തെ ഉയർത്തുവാനും അതിനെ നിവർത്തിക്കുവാനുമാണ് വന്നത്. He has come to uphold the law and to fulfill the law. He has come to show compassion on sinners who violated God's law. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ലംഘിച്ച പാപികളോടുള്ള മനസ്സലിവ് കാണിക്കാനും താൻ വന്നിട്ടുണ്ട്. Along with dealing with a group of religious leaders that have no mercy and are ready to kill. ഇതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത കൊല്ലുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു കൂട്ടം മതഭ്രാന്തരെ ഹാൻഡിൽ ചെയ്യണം. ഇതെല്ലാം കൂടെ നടക്കണം. So how can this happen? Now before he answers that question, what do we read in verse 6? But Jesus stooped down and with his finger wrote on the ground. കുനിഞ്ഞു നിന്ന് നിലത്ത് തൻ്റെ വിരൽ കൊണ്ട് എഴുതി. Many have speculated as to what Jesus would have written on the ground. എന്തായിരിക്കും താൻ നിലത്തിങ്ങനെ എഴുതിയെന്നുള്ളതിനെ പറ്റി പല ഊഹങ്ങളുണ്ട്. Now the text doesn't say what he wrote, but we need to pay attention to the small detail. ഇതിലൊരു ചെറിയ കാര്യം, ഒരു ചെറിയ ഡീറ്റെയിൽ ഉണ്ട്, അതിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. Let's go to Exodus 31 and verse 18. പുറപ്പാട് പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം. There is one last phrase there which is so crucial. When he had finished speaking with him upon Mount Sinai, he gave Moses the 2 tablets of the testimony, tablets of stone written by the finger of God. That's crucial to understanding this particular portion. The law was written by the finger of God. And now Jesus, when he is being questioned about the law of Moses, it's not a coincidence that he is writing on the ground with his finger. ഇവിടെ ന്യായപ്രമാണത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ തൻ്റെ വിരൽ കൊണ്ട് നിലത്ത് എഴുതുന്നത് ഇത് യാദർച്ഛികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പഴയ നിയമത്തിൽ
അവർ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ വിരലുകളാലാണ് ന്യായപ്രമാണം അവർക്ക് ലഭ്യമായത്. ആ കാര്യമാണ് ഇവിടെ വളരെ സട്ടിലായിട്ട് ഇവിടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. ഓൾസോ we need to keep that this is the 8th day of the feast and the Sabbath rules still apply at this point. യേശു വരുന്നതിനൊരു 200 വർഷത്തിനുള്ളിൽ ശബത്തിനെ പറ്റി കുറേ അധികം നിയമങ്ങൾ, എക്സ്ട്രാ ബിബ്ലിക്കൽ റൂൾസ് വന്ന ഒരു കാലയളവുണ്ട്. സോ the Jews at that time considered writing with ink as also a work. മഷി കൊണ്ട് എഴുതുന്നതും ഒരു വേലയായിട്ടാണ് യഹൂദന്മാരെ ഈ സമയത്ത് കണ്ടിരുന്നത്. ബിക്കോസ് ഇറ്റ് ലെഫ്റ്റ് എ പെർമനന്റ് മാർക്ക്. സോ ഇൻ ദിസ് സിനാരിയോ റൈറ്റിംഗ് വിത്ത് ഫിംഗേഴ്സ് wasn't considered to be a work because it never left a permanent mark. ഒന്ന് കാറ്റ് വീശിയാൽ അത് തീരാവുന്നതേ ഉള്ളൂ. So Jesus chooses to stay within those rules for the time being. തൽക്കാലത്തേക്ക് ആ നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ നിൽക്കുവാൻ യേശു തീരുമാനിക്കുന്നു. And now we come to verse 7. When they persisted in asking him, he straightened up and said to them, "Let him who is without sin among you be the first to throw a stone at her." We see a soul-searching reply that results in freedom from the punishment from men. ഈ സ്ത്രീക്ക് മനുഷ്യരുടെ കയ്യിൽ നിന്നുമുള്ള ശിക്ഷാവിധിയിൽ നിന്നും ഉള്ളൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു ചോദ്യം, ആത്മപരിശോധന ഉളവാക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവർക്ക് ഉത്തരം ലഭിച്ചേ മതിയാകൂ എന്നുള്ളതിൻ്റെ ഒരു വാശിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ എന്താണ് യേശു പറയുന്നത്? There are 3 things that we see here. 1, Jesus agrees that the woman brought before him deserves to be punished. ഈ സ്ത്രീ, ഇവിടെ വന്നിട്ടുള്ള ഈ സ്ത്രീയെ മരിക്കാൻ തന്നെ ഏൽപ്പിക്കണം. ഈ സ്ത്രീ ഒരിക്കലും യേശു ന്യായീകരിക്കുന്നില്ല. She must die by stoning. That's one thing. Second, Jesus agrees with Moses that stoning is the punishment for adultery. വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ വ്യക്തികളെ കല്ലെറിയണമെന്നുള്ള മോശയ്ക്ക് ന്യായപ്രമാണത്തെ യേശു അതുപോലെ തന്നെ എടുത്തു പിടിക്കുന്നതുമുണ്ട്. But the third thing is crucial. The one who is without sin should be the first to stone her. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മരണശിക്ഷയിൽ നിന്നും ഒന്നും ഈ സ്ത്രീയെ നീക്കം ചെയ്യാൻ സാധിക്കുന്നതല്ല. There is nothing that will remove her from the death sentence. But for those who are ready to execute her, they must be without sin. കല്ലെറിയുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പാപത്തിലല്ലാതാവണം. Now what does that mean? Did Jesus mean that they should be sinless? പാപരഹിതരാകണമെന്നാണോ ഇതിൻ്റെ അർത്ഥം? See, everyone born into this world except Jesus is a sinner. ഈ ലോകത്ത് യേശു അല്ലാതെ ജനിക്കുന്ന എല്ലാവരും പാപികളാണല്ലോ. So does that mean the person needs sinless perfection to do this before the stoning of the adulterous woman? No, that's not what the context tells us. അതല്ല ഇവിടുത്തെ പശ്ചാത്തലം നമ്മളോട് പറയുന്നത്. യേശു എന്താണ് ഇവിടെ പറയുന്നത്? The Pharisees and the scribes may not have directly participated in the act of adultery, but they are guilty because they knew that the man was involved in the act and they let him go, and because they let that man go, they were equally guilty of this act. അവർ നേരിട്ട് ഈ ക്രിയയിൽ ഇടപെട്ടിട്ടില്ല എന്ന് വരാം, പക്ഷേ ഈ ക്രിയയിൽ ഉണ്ടായിരുന്ന പുരുഷനെ വെറുതെ വിട്ടതിലൂടെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഈ കാര്യത്തിൽ കുറ്റക്കാരാണ്. By doing so, they who were supposed to uphold the law and punish the offenders are in agreement with the man involved because of their corruption, and they are partakers of his adultery. ന്യായപ്രമാണത്തെ ഉയർത്തിപ്പിടിക്കേണ്ട, കുറ്റക്കാരെ ശിക്ഷിക്കേണ്ട ആൾക്കാരെന്ന നിലയിൽ ഇവർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം ചെയ്യാതെ കുറ്റക്കാരെ വെറുതെ വിട്ടതിലൂടെ ആ കുറ്റത്തിൽ ഇവർക്കും പങ്കുണ്ടായി. To let go of a sinner without punishment is to be in full agreement with the offender in his offense. ഒരു കുറ്റക്കാരനെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടാൽ ആ വെറുതെ വിടുന്ന ആളും ആ കുറ്റം ചെയ്യുന്നതിൽ പങ്കാളിയാവും. See, this is how we would view a corrupt official who lets a criminal off after taking bribes. കൈക്കൂലി വാങ്ങി
ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു കുറ്റവാളിയെ വെറുതെ വിടുമ്പോൾ ആ കൈക്കൂലി വാങ്ങിയ ആളും ആ കുറ്റത്തിൽ പങ്കാളിയാവും. So keep in mind that in such acts of stoning, the one who administers judgment by stoning shouldn't be guilty of being a participant in the crime that he is punishing others for. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്ലെറിയുന്ന ആൾ ഈ കാര്യത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളിയാവാൻ പാടില്ല. അതാണ് ഇവിടുത്തെ സാരം. So Jesus has created a situation where the scribes and the Pharisees are to be a recipient of the stoning that they wanted the woman to have. ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ആഗ്രഹമായിരുന്നു കല്ലേറ് നടത്തണം, ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം. പക്ഷേ ഇപ്പോൾ ആ കല്ലേറ് അവരുടെ നേർക്കും ആകും എന്നുള്ളൊരു സാഹചര്യമായി. അങ്ങനെ ഒരു സാഹചര്യം യേശു ഉണ്ടാക്കി. ഓൾസോ ജീസസ് ഡെയർസ് them to go to jail with him for instigating the crowd to keep Moses' law. ഇവരുടെ ആഗ്രഹം എന്തായിരുന്നു? ഇവിടെ ഒരു കോലാഹലം സൃഷ്ടിച്ച് അതിൻ്റെ ഉത്തരവാദിയായിട്ട് യേശുവിനെ ആക്കുക. അപ്പോൾ നിങ്ങളും തുടങ്ങിയൊക്കെ, നിങ്ങൾക്ക് എൻ്റെ കൂടെ ജയിലിൽ വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് തുടങ്ങുക, നമുക്ക് ഒരുമിച്ച് അതങ്ങ് ചെയ്യാം. ഞാനായിട്ട് ഒറ്റയ്ക്ക് പോകത്തില്ല ജയിലിൽ, പോവുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകും. That's what Jesus is saying here. And again Jesus writes on the ground. Now we look at the response in here. Verse 9. And when they heard it, they began to go out one by one, beginning with the older ones, and he was left alone and the woman where she was, in the center of the court. In the Middle East, people look to the oldest person present when a decision has to be made. And here the scribes and the Pharisees leave the scene, beginning with the older ones and the younger ones following them. ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ മുതിർന്നവരിലേക്കാണ് എല്ലാവരും നോക്കുന്നത്. അവരെന്ത് ചെയ്യുന്നോ അത് തന്നെ ചെറുപ്പക്കാരും ചെയ്യും. അതുകൊണ്ടാണ് മുതിർന്നവർ ആദ്യം പോയപ്പോൾ ബാക്കി എല്ലാവരും അതിന് പിന്നാലെ അങ്ങ് പോയത്. ബിക്കോസ് ഓൾ ഓഫ് ദം ആർ ഈക്വലി culpable. ഇവിടെ എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണ്. And now the only people in this scene is Jesus and this woman. Now what we saw until now was the soul-searching reply that resulted in freedom from the punishment of men. മനുഷ്യരിൽ നിന്നുമുള്ള ശിക്ഷാവിധിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു പ്രസ്താവന, അതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. Now what are we going to see? Words of compassion that results in freedom from God's punishment. മനുഷ്യൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു, പക്ഷെ ദൈവത്തിൻ്റെ ശിക്ഷ അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ മനുഷ്യർക്ക് അത് നടപ്പിലാക്കുവാനുള്ള പ്രാഗൽഭ്യമില്ലെന്നേ ഉള്ളൂ. There is no one who is qualified enough to administer judgment from the side of humans. But God's judgment is still there. It's still present. Look at the scenario in verse 9. What awaits the woman? Judgment and death. ഇവിടെ ഈ സ്ത്രീക്ക് ആകെ കിട്ടാൻ പോകുന്ന കാര്യം ന്യായവിധി, മരണം മാത്രമാണ്. അതിലപ്പുറം വേറൊരു സാധ്യതയുമില്ല. And who is standing before her? It's the divine word Yahweh, who is God, the one who gave the law of Moses, the one who prescribed stoning as the punishment for adultery, the truly righteous, blameless, sinless and perfect. ഈ നിൽക്കുന്നതാരാ? ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്നുള്ളത് ആദ്യത്തെ വാക്യത്തിൽ തന്നെ പ്രകടമാണല്ലോ. ആ ദൈവം തന്നെയാണ് ന്യായപ്രമാണം മോശയിലൂടെ കൊടുത്തത്. ഈ ഒരു ശിക്ഷാവിധി വ്യഭിചാരത്തിന് കൽപ്പിച്ചത്. നീതിമാനായിരിക്കുന്ന, നിർമ്മലനായിരിക്കുന്ന, പാപരഹിതനായിരിക്കുന്ന, സമ്പൂർണ്ണനായിരിക്കുന്ന ആ വ്യക്തിയാണ് ഇപ്പോൾ ഒരു പാപിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ജസ്റ്റ് ഗെറ്റ് ദാറ്റ് സിങ്ക് ഇൻ യുവർ മൈൻഡ്. ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ് സ്റ്റാൻഡിങ് ഇൻ ദ സെയിം സീൻ. ഇരുട്ടും വെളിച്ചവും ഒരേ ഫ്രെയിമിൽ നിൽക്കുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. He is worthy to stone her because she violated the law what Jesus gave. ഇവിടെ യേശുവിന് മാത്രമാണ് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള എല്ലാ പ്രാഗൽഭ്യം ഉള്ളത്. കാരണം യേശു കൊടുത്ത പ്രമാണമാണ് ഈ സ്ത്രീ ലംഘിച്ചത്. Yet we see in verse 10, straightening up, Jesus said to her, "Woman, where are they?" It's a polite form of address, the moral equivalent of madam. സ്ത്രീയെ എന്ന് പറയുമ്പോൾ വളരെ മാന്യമായിട്ടാണ് ആ ഒരു പ്രസ്താവന യേശു പറയുന്നത്. The lawgiver, the Messiah, he is talking like this. ന്യായപ്രമാണം നൽകിയ മശിഹ ആയിരിക്കുന്ന യേശുവാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. And we read from Isaiah 42 verse 3 and Matthew 12 verse 18 to 20 that Jesus the Messiah doesn't break a bruised reed
ചതഞ്ഞ ഓടെ ഒടിക്കാത്തവനാണ് ഈ കഷ്ടം സഹിക്കുന്ന മശിഹ. He treats the woman with full of grace and compassion, as he reminds her that no one who condemned her are now around her. In verse 10 and 11 we see that. Where are they? Did no one condemn you? നിന്നെ കുറ്റമെതിക്കുവാൻ നിനക്ക് ചുറ്റും ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയുന്നതിലൂടെ കൃപയും ദയയും അതിൻ്റെ പൂർണ്ണതയിൽ ഈ സ്ത്രീയോട് യേശു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. Then, in a marvelous turn of events, Jesus refrains from rightfully condemning her. യേശുവിന് ഈ സ്ത്രീയെ ശിക്ഷിക്കാനുള്ള എല്ലാ പദവിയും യോഗ്യതയും ഉണ്ട്. പക്ഷേ ആ ശിക്ഷാവിധിയിൽ നിന്നും താനും ഒഴിഞ്ഞു മാറുന്നു. Now, why does Jesus do this? Why doesn't Jesus stone the woman even though he is qualified to do so? ഇത് ചെയ്യുവാൻ എല്ലാ പ്രാഗൽഭ്യവും തനിക്ക് ഉണ്ടെങ്കിൽ പോലും താൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? And there are two reasons for that. One, if Jesus had stoned only the woman, then he too would be guilty of breaking the law. Because as per the law, he should also stone the man, just like the others. And not just that, he should stone the Pharisees and the scribes who have left the scene. കൊല്ലാനാണെങ്കിൽ ഇവിടെ ഈ സ്ത്രീ മാത്രം കൊന്നാൽ പോരാ, ആ പുരുഷനെ കൊല്ലണം. ഇവിടെ നിന്ന് ഇപ്പോൾ പോയ എല്ലാ പരീശന്മാരെയും ശാസ്ത്രിമാരെയും കൊല്ലണം. അങ്ങനെ ഒരു കൊലപാതക പരമ്പര തന്നോടുണ്ടോ? സീരിയൽ കില്ലിംഗ് will happen there. That's one reason why Jesus didn't stone the woman. Second reason, Jesus' first coming to the world was not to condemn the world, but it was so that the world might be saved through him. As we read in John 3 verse 17. യോഹന്നാൻ 3:17 നമ്മൾ കാണുന്നത് പോലെ തൻ്റെ ആദ്യ വരവ് ലോകത്തിന് ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, മറിച്ച് താൻ മൂലം ലോകത്തിന് രക്ഷ ലഭിക്കുവാനാണ്. This is why he let go of everyone guilty without condemning them. He could let them go because a few chapters from now he will take their place on the cross and receive their condemnation. ഇവരെ എല്ലാം വിട്ടയക്കാനുള്ള മറ്റൊരു കാരണമുണ്ട്. കുറച്ച് അധ്യായത്തിന് ശേഷം ഇവരുടെ എല്ലാ കുറ്റവും യേശുവാണ് ക്രൂശിൽ തൻ്റെ മേൽ ഏറ്റ് ശിക്ഷാവിധിക്ക് വിധേയനാകുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ചെയ്ത കുറ്റത്തെ താൻ ലഘുവായിട്ട് കാണുന്നില്ല. So Jesus lets her go with the commandment to stop sinning. ഇനിയും പാപം ചെയ്യരുത്. Go and from now on sin no more. Verse 11. 7-8 അധ്യായം നമ്മൾ വായിച്ചാൽ വലിയൊരു വിരോധാഭാസം നമുക്ക് കാണാൻ സാധിക്കും. The biggest irony is that in these 7 or 8 days where regular attendees of the feast came to this temple, none of them benefited the coming of the Messiah. Who benefited from that? It was this adulterous woman. ഈ വന്ന ഭക്തന്മാർ ആരും ഈ മശിഹ വന്നതിൻ്റെ പ്രയോജനം അവർക്ക് ലഭ്യമായില്ല. പക്ഷെ പ്രയോജനം ലഭ്യമായത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. So let me just give you a few lessons before we close today's session. Lesson number 1. Self-righteous hypocrites are guilty of the very same things that they are quick to condemn others for. സ്വയം നീതീകരിക്കുന്ന കപടഭക്തിക്കാരായിട്ടുള്ള ആൾക്കാർ വളരെ വേഗത്തിൽ മറ്റുള്ളവരെ പല കാര്യങ്ങളിലും കുറ്റം വിധിക്കും. പക്ഷേ അതേ കാര്യത്തിൽ ഇവരും കുറ്റക്കാരാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. പരീശന്മാർ എല്ലായ്പ്പോഴും ചുങ്കക്കാരെ വെറുത്തിരുന്നത് ചുങ്കക്കാരെപ്പോഴും പണം കാണുമ്പോൾ സ്വാർത്ഥത കാണിക്കുന്നു എന്നുള്ളതാണ്. The Pharisees always hated the tax collectors for being lovers of money. But Luke's Gospel chapter 16 is clear that the Pharisees also were lovers of money. Luke's Gospel chapter 16 and verse 14. Now the Pharisees, who were lovers of money, were listening to all of these things and were scoffing at him. ചുങ്കക്കാര് ലീഗലായിട്ട് പണം മോഷ്ടിച്ചു, അല്ലെങ്കിൽ അപഹരിച്ചു. പരീശന്മാർ ദൈവത്തെ കാണിച്ച് പണം മോഷ്ടിച്ചു. രണ്ടും മോഷണമാണ്. The tax collectors used the legal means to get unjust money. The Pharisees used religion or the temple to get unjust money. Either way, stealing is stealing.
Just because the Pharisees used God for that, it doesn't justify their stealing. Now, the Pharisees were hating sinners and harlots, but they also participated in adultery, though it was not in a direct form. Remember the fact that the self-righteous person is equally guilty of sin as the worst sinner, and equally worthy of eternal punishment in the hands of a holy God. സ്വയം നീതീകരിക്കുന്ന ഒരു കപടഭക്തിക്കാരൻ ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പാപിയെപ്പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. രണ്ടുപേർക്കും ഒരേ ശിക്ഷയാണ് ഈ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് കിട്ടുന്നത്. Now, if self-righteous people are going to think wrongly about themselves, they must understand one thing. The righteousness that they hold on to is way inferior to the righteous standards that God has. സ്വയം അളക്കുവാൻ നീതി അവർ നോക്കുമ്പോൾ ആ അളവിനേക്കാളും ഉയരത്തിലാണ് ദൈവത്തിൻ്റെ അളവുകോൽ നിൽക്കുന്നത്. Therefore, don't rely on your righteousness that fails. It will destroy you. നിങ്ങളുടെ നീതിയിൽ നിങ്ങൾ ആശ്രയിക്കരുത്, അത് നിങ്ങളെ നശിപ്പിക്കും. Always look to the cross from where the fullness of righteousness comes lavishly from God. ദൈവത്തിൻ്റെ പൂർണ്ണ നീതി ലഭ്യമാകുന്ന ക്രൂശിലേക്ക് നാം എല്ലായ്പ്പോഴും നോക്കണം. See, this is a problem that happens to all of us. We look at each other and try to measure our righteousness. Find our relevance in the cross. Find our relevance in Jesus Christ. That's where our righteousness comes. നമ്മളുടെ നീതി, നമ്മളുടെ വ്യക്തിത്വം നാം കണ്ടെത്തേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഞാൻ അവനേക്കാളും മെച്ചമാണെന്ന് പറഞ്ഞിട്ടല്ല. ക്രൂശിൽ നോക്കി യേശുവിലാണ് നമ്മളുടെ സമ്പൂർണ്ണ നീതി നമുക്ക് ലഭ്യമാകുന്നത്. That's the first thing that I just want to leave you with. Second thing, marvel at the compassion that Jesus exhibits to those who have sinned against him. തനിക്കെതിരെ പാപം ചെയ്തവരോടുള്ള തൻ്റെ മനസ്സലിവ് ഇവിടെ എപ്രകാരമാണ് യേശു കാണിക്കുന്നത് ഓർത്ത് അതിശയിക്കുക. See, we often empathize with others who sin because we ourselves are sinners. പലപ്പോഴും പാപം ചെയ്യുന്ന മറ്റു വ്യക്തികളോട് നമുക്ക് സഹതാപം തോന്നുന്നത് നാമും പാപികളാണ്, അവരെ പോലെ പാപികളാണെന്നുള്ളത് കൊണ്ടാണ്. But Jesus' compassion is much higher as we consider that he is our judge. ഒരു സഹപാപിയല്ല യേശു. നമ്മളുടെ നീതിയെ നടപ്പിലാക്കുന്ന ആ ജഡ്ജിയാണ്, അല്ലെങ്കിൽ നീതികർത്താവാണ് യേശു. അപ്പോൾ ആ ന്യായവിധി ചെയ്യുന്ന ആ വ്യക്തി നമ്മളോട് മനസ്സലിവ് കാണിക്കുമ്പോൾ ആ മനസ്സലിവ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉന്നതമാണ്. Third, this passage teaches us about a few truths regarding atonement. അല്ലെങ്കിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്ന കാര്യത്തിനോട് ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമ്മളെ ഈ ഭാഗം പഠിപ്പിക്കുന്നുണ്ട്. 4 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 1, atonement is given only after God shows us that we don't deserve forgiveness. ദൈവത്തോടുള്ള നിരപ്പ് പ്രാപിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്നത് അതെപ്പോഴാണ് ചെയ്യുന്നതെന്നറിയാം. നമുക്ക് പാപക്ഷമ ലഭിക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് ദൈവം നമ്മളെ തുറന്ന് കാണിച്ചതിന് ശേഷമാണ് ഈ നിരപ്പ് ദൈവം നമുക്ക് തരുന്നത്. Otherwise, we will take it for granted. That's our problem. Second, atonement is provided only through the sacrifice that Jesus provides on the cross for our sins and through the righteousness of Jesus reckoned to us. ക്രൂശിൽ യേശു നമ്മളുടെ പാപത്തിനായിട്ട് കൊടുത്ത ആ യാഗം, അതിലൂടെ ദൈവം നമുക്ക് കണക്കിടുന്ന നീതി, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ദൈവം ഒരു നിരപ്പ് തൻ്റെ കൂടെ വെക്കുന്നത്. And this answers the question of how a sinner escapes punishment and condemnation. ഒരു പാപി എങ്ങനെയാണ് ശിക്ഷാവിധിയിൽ നിന്നും ഒക്കെ വിടുതൽ പ്രാപിക്കുന്നു എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാനീ പറഞ്ഞത്. Jesus is the reason for a sinner not being a recipient of divine wrath. ഒരു പാപിക്ക് ദൈവകോപത്തിന് ഇരയാവാതിരിക്കാനുള്ള ഏക കാരണം യേശു മാത്രമാണ്. The woman who lived before the crucifixion could look forward in faith and see Jesus. ക്രൂശീകരണത്തിന് മുമ്പ് ജീവിച്ച ആ സ്ത്രീ മുന്നോട്ട് നോക്കി അവളുടെ രക്ഷ പ്രാപിച്ചു. നാമോ തിരികെ നോക്കി രക്ഷ പ്രാപിക്കുന്നു. Third thing, only when we receive Jesus as both Lord and Savior are we reconciled to him. നാം ക്രിസ്തുവിനെ കേവലം ഒരു രക്ഷിതാവായിട്ട് മാത്രമല്ല, നമ്മളുടെ കർത്താവായിട്ട് നാം
കണക്കാക്കുമ്പോൾ മാത്രമാണ് നമ്മെ ദൈവസന്നിധിയിൽ ദൈവം സ്വീകരിക്കുന്നത്. എനി റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് വെർ ഹി ഈസ് നോട്ട് യുവർ ലോർഡ് ഇസ് നോട്ട് എ സേവിങ് റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തു നിങ്ങളുടെ കർത്താവ് അല്ലെങ്കിൽ അതൊരു രക്ഷന്റെ ബന്ധമല്ല. And number 4, the implication of seeing Jesus as Lord and receiving atonement on its basis is this: God gives us atonement because He seeks to get us to repent of our sins, turn away from sins and turn to God. ക്രിസ്തുവിനെ കർത്താവായിട്ട് നമ്മൾ കാണുമ്പോൾ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്താണ്? ദൈവം നമ്മളെ എന്തുകൊണ്ടാണ് രക്ഷിക്കുന്നത്? അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. Why does God save us? Why does God bring us near to Him? He seeks to get us repent of our sins. നമ്മളുടെ പാപത്തിൽ നിന്നുള്ള മാനസാന്തരമാണ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പാപത്തിൽ നിന്നും തിരിഞ്ഞ് ദൈവഭാഗത്തേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. See, He doesn't want a person who loves sin and wants the benefits of heaven. Most people want the best of both worlds. ഈ ലോകത്ത് ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്ന പല വ്യക്തികളും സ്വർഗത്തിൽ പോകണം, എന്നാൽ പാപത്തെയും വിട്ടൊഴിയുവാൻ മനസ്സുമില്ല. അത് നടക്കത്തില്ല. അതല്ല ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുമ്പോൾ മൂഢമായ വിഗ്രഹങ്ങളെയും പാപത്തെയും വിട്ടൊഴിഞ്ഞ് ജീവനുള്ള ദൈവത്തിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ കാതലായ വിഷയം. ദിസ് ഇസ് ദ റിയാലിറ്റി that He wants in our lives. He seeks our cleansing in position and in reality. സ്ഥാനീയമായിട്ടും യാഥാർത്ഥ്യത്തിലും നമ്മളുടെ ശുദ്ധീകരണമാണ് താൻ ആഗ്രഹിക്കുന്നത്. As I told you, in one frame there was light and darkness. ഒരു ഫ്രെയിമിൽ ഇരുട്ടും വെളിച്ചവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇരുട്ടിനൊരിക്കലും വെളിച്ചത്തിൻ്റെ മുമ്പിൽ ഇരുട്ടായിട്ട് തന്നെ തുടരുവാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ സ്ഥാനീയമായിട്ടും ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ടും നമ്മൾ ശുദ്ധീകരണത്തിൽ പോകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഹി ഡസൻറ്റ് ലീവ് us the way we are. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വരാം, പക്ഷേ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. We can come the way we are, but we can't stay where we are, or we can't stay how we are. He insists that we change because we have received life instead of condemnation. ശിക്ഷാവിധിക്ക് പകരം ജീവൻ ലഭിച്ചതുകൊണ്ട് ഇങ്ങനൊരു മാറ്റം അനിവാര്യമാണ്. Hence, we need to take sin seriously and run from sin. നമുക്ക് ഇങ്ങനൊരു രക്ഷന്റെ ബന്ധം ലഭ്യമായതുകൊണ്ട് നാം പാപത്തെ ഗൗരവമായിട്ട് കണ്ട് അതിൽ നിന്നും ഓടിപ്പോകുവാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഈ സ്ത്രീയോട് കർത്താവ് പറയുന്നത്, ഗോ ആൻഡ് ഫ്രം നൗ ഓൺ സിൻ നോ മോർ. ഇതുവരെ what defined you is not it's not going to define you later on. ഇതുവരെ നിന്നെ നിർവചിച്ചുകൊണ്ടിരുന്ന എന്താണ്, അതല്ല ഇനി നിന്റെ നിർവചനം. If you are defined by an adulterous past, now you are defined with righteousness. ഒരു വ്യഭിചാരത്തിൻ്റെ ഒരു ഭൂതകാലമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇനി ക്രിസ്തുവിൻ്റെ നീതിയാണ് നിങ്ങളുടെ വ്യക്തിത്വം. അതിൽ തുടരുക, അതിനെ ഗൗരവമായിട്ട് കാണുക, പാപത്തെ വിട്ടൊഴിഞ്ഞ് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് വരിക. Well, we have come to the end of this passage, and next time when we meet, God willing, we will touch upon chapter 8 verse 12 to 20. Till then, may God help us to remember these words. May God's name be glorified.